നദികളിലെ ഓളങ്ങളിലും നിഴലുകളിലും വിരിയുന്ന ക്യാമറ ചിത്രങ്ങളിൽ മനുഷ്യരൂപം കണ്ടെത്തിയാൽ എങ്ങനെ ഉണ്ടാകും എന്നതാണ് നമ്മുടെ ചോദ്യം. തൃശൂർ സ്വദേശി രഞ്ജിത്ത് മാധവന്റെ ക്ലിക്കുകൾ ആ രൂപത്തിലായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത് രഞ്ജിത്ത് പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനം ബംഗളൂരുവിൽ തുടങ്ങി. പ്രകൃതി ഒരു മികച്ച കലാകാരിയാണെന്ന തിരിച്ചറിവുമായി യാത്ര ചെയ്യുകയാണ് തൃശൂർ സ്വദേശിയായ രഞ്ജിത്ത് മാധവൻ. നദികളിൽ നിന്ന് രഞ്ജിത്ത് പകർത്തുന്ന ചിത്രങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഓളങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന മനുഷ്യമുഖങ്ങളെ ഒപ്പിയെടുക്കുന്നതാണ് രഞ്ജിത്തിന്റെ ഫോട്ടോകളുടെ പ്രത്യേകത. ഞാനിത് ഒരു പകൽ മുഴുവൻ കാത്തിരുന്നിട്ട് ആണ് ഈ ചിത്രം എടുത്തത്. അലഹബാദിലെ പ്രയാഗ്രാജ് സംഗം, ത്രിവേണി സംഗമത്തിൽ നിന്നാണ്. അതിൽ യമുനാ നദിക്ക് കുറുകെ ശാസ്ത്രി ബ്രിഡ്ജ്, ആ പാലത്തിൻ്റെ തൂണുകളിൽ വരച്ചിട്ട ദൈവരൂപങ്ങളുണ്ടായിരുന്നു. ആ രൂപങ്ങളുടെ നിഴല് നദിയിൽ നിഴലിച്ചപ്പോൾ അതിലെ വെള്ളത്തിലെ ഇളക്കങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരു രൂപം കിട്ടിയത്. രാജ്യത്തെ പ്രധാനപ്പെട്ട 20 നദികൾ, ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ അനേകം കാഴ്ചകൾ, നദികളുടെ ഓളങ്ങളിൽ നിന്ന് രഞ്ജിത്ത് ഒപ്പിയെടുത്തത് മനുഷ്യഭാവങ്ങളുടെ സമന്വയമാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു മനുഷ്യരൂപം കിട്ടുന്നത് വരെ ഇത് ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ ഞാൻ എൻ്റെ ക്യാമറയിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു മനുഷ്യരൂപം തോന്നുന്ന തരത്തിൽ ഒരു ചിത്രം കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ ആ നദിയിലേക്കുള്ള യാത്ര അവിടെ അവസാനിക്കുന്നത്. 24 ബംഗളൂരു. അപ്പോൾ എന്തായാലും രഞ്ജിത്തിൻ്റെ ആ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. കാരണം ഈ രീതിയിലുമൊക്കെ വ്യത്യസ്തമായ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ചുറ്റും എന്ന് പറയുമ്പോൾ അതിന് സന്തോഷം മറ്റൊന്നാണ്.